സിദ്ധേ ഇവിടെ ഇരിക്കടാ. കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ, എന്താണ്? കവിത എഴുതറ? കവിത എഴുതാനുള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ പണ്ടും ഇങ്ങനെ അമ്മായി, എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പേപ്പറും പേന എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കും. അതെന്താ പെട്ടെന്ന് വിഷമം? വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസം നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് മിണ്ടത്തില്ല എന്നും പിന്നെ എന്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടപ്പോ എന്തോ ഒരു വിഷമം. എന്റെ സിദ്ധുവേ, അത് വിട്. അവിടെ കൊച്ചുകുട്ടിയല്ലേ, അവൾ എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേക്കണം. അതല്ല അമ്മായി, പിണങ്ങിയിരുന്ന് കഴിഞ്ഞാലേ അവള് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കത്തില്ല. അല്ലെങ്കിലും നമ്മുടെ സ്നേഹമൊന്നും അവിടെ ആരും തിരിച്ചറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിക്ക് അറിയുമെന്ന് അറിയത്തില്ല, പാറൂസിനെ ഞാൻ എന്റെ മോളെ പോലെ കാണുന്നത്. ഞാനേ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ടോ. ഇത് പാറുവിന്റെ അരച്ചാണോ? ഗംഭീരം, പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ലച്ചോ, ലച്ചോ, ആ പാറിനെ വിളിച്ചോണ്ട് വാ. എന്താണ് ലച്ചുവേ, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല. പാറു പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ സിദ്ധുവിന് വിഷമമായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്യാത്ത ഒരാള്. എന്റെ പാറു സിദ്ധു നമ്മളെ പോലെ ഒന്നും അല്ല, ഭയങ്കര ലോല ഹൃദയനാണ്. ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് വിഷമാവുന്നേ. പാവ സിദ്ധു. ഇത് വല്ലതും അറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഒന്നുമേ തെരിയലേ ഗൗരി. എന്റെ പൊന്നു ലച്ചു, അവ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടാണ് എണീറ്റ് പോയത്. കണ്ണിൽ വല്ല പൊടി വീഴാണ്. പാറു, ഇതാണ് ഞാൻ പറയണത്, നീ കൊച്ചു കുട്ടിയാണ്, നിനക്കൊന്നും അറിഞ്ഞൂടാന്ന്. എന്നാ പാറു ഇത്? സിദ്ധുക്ക് പാറുന ഉസിര്. കൊറേ ആയി ഡയലോഗ് പറയുന്നത്, ഞാൻ കേട്ട് കേട്ട് മടുത്ത്. അമ്മായി, സിദ്ധു എങ്ങോട്ടാ പോയത്? ദാ വരണമെന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. പുറത്തേക്കാണോ പോയത്? ഒയ്യോ, അപ്പൊ വിഷമിച്ച് പോയത് തന്നെയാ. ഇനിയിപ്പൊ എന്ത് ചെയ്യോ എന്തോ. നിനക്ക് സന്തോഷമായല്ലോ കൊച്ചേ, അവനെ വിഷമിച്ച് വിട്ടപ്പോഴത്തേക്കും. ഞാൻ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്നാ? നീ പറഞ്ഞില്ലേ അവനെ ഇഷ്ടമല്ല, അവന്റെ വീട്ടിൽ പോണ ഇഷ്ടമല്ലാന്ന്. ഇതൊക്കെ സിദ്ധുവിന് വിഷമമായി. എന്നാ പാറു ഇത്? സിദ്ധുക്ക് പാറുന ரொம்ப പൊന്നൊന്ന് നിർത്തത്. എന്തോന്നിത്? ലച്ചു, സിദ്ധു ഇവിടെ നിന്ന് പോയപ്പോഴേ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയി. അത് കേട്ടപ്പോ എന്നെ ഹൃദയം തകർന്നു പോയി. നമ്മൾ അടിക്കുന്ന പോലത്തെ മാട്ട ഡയലോഗ് ഒന്നും അല്ലത്. എന്ത് ഡയലോഗ്? സിദ്ധു ഇവളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ഇത് ഇതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാനെന്താ പറയാന്ന് അറിയോ? അതിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലാന്ന്. എന്താ അടുപ്പിക്കാൻ കൊള്ളാത്തെ? ഇതല്ല സ്വഭാവം, പിന്നെ എങ്ങനെ അടുപ്പിക്കും? പാവം സിദ്ധു. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു അത് പറയരുതെന്ന്. പാവം സിദ്ധു. ഇനി ഈ ട്രോമയൊക്കെ ഒന്ന് കര കയറി വരാൻ എത്ര നാളെടുക്കും അറിയോ? നിനക്ക് സന്തോഷമായല്ലോ പാറു, സിദ്ധുനെ വിഷമിപ്പിച്ചപ്പോ. പാറു, സിദ്ധുക്ക് പാറുന എവ്വളോ പിടിക്കും தெரியுமா உனக்கு? ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ഡയലോഗ് പറയരുതെന്ന്. அதில்ல, அதுக்கு சேர்த்து ஒன்னு கூட சொல்றதுக்கு இருக்கு. இத பாரு, சித்து வரும்போது நீ நல்லா பேசு, அப்ப அவனோட மனசு நிம்மதியாகும். എന്നിട്ട് பாவம் தானே, அதனால சொன்னேன். എന്റെ ആന്റി ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടല്ലോ, അവന് മനസ്സിലാവും നമ്മളൊക്കെ ഇവിടെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാന്ന്. ഇത് കണ്ട പാറുവിനെയാണ് വരച്ചത്.